40 ലക്ഷം ചെലവ് ചെയ്ത് നവീകരിച്ച മാളാക്കുളത്തിന്റെ വശങ്ങളിലെ ഭിത്തികളിൽ അടിച്ച പെയിന്റ് നിലവാരമില്ലാത്തതാണെന്ന് ആക്ഷേപം. പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് മാള പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. ഷാൻഡി ജോസഫ് തട്ടകത്ത് സ്റ്റാർ വൺ ടിവിയോട് പ്രതികരിക്കുന്നു. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മാളയെ അടയാളപ്പെടുത്തുന്ന മാളക്കുളത്തിന്റെ അരികിലാണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു കുളമാണ് മാളക്കുളം. ഈ മാളക്കുളത്തിന്റെ കിഴക്കേ സൈഡിലാണ് പണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി വന്നൊരു ഇടവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മാളക്കുളത്തിന് രാജീവ് ഗാന്ധി സ്ക്വയർ എന്നൊരു പേരും കൂടിയുണ്ട്. ഈ മാളക്കുളം അടുത്ത കാലത്ത് 40 ലക്ഷം രൂപ ചെലവ് ചെയ്ത് നവീകരിച്ചതായിട്ട് കാണുന്നു. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് 40 ലക്ഷം രൂപ ചെലവ് നവീകരിച്ചത്. ഇതിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ നല്ല നീല കളറെല്ലാം അടിച്ച് തൂണുകളെല്ലാം വളരെ മനോഹരമായിട്ട് കണ്ടിരുന്നു, ഫോട്ടോ എല്ലാം എടുത്തിരുന്നു. ഈ കഴിഞ്ഞ ദിവസം വീണ്ടും വന്നപ്പോൾ കാണുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഈ തൂണുകളിൽ അടിച്ച കളറുകളെല്ലാം മങ്ങിയിരിക്കുന്നു. വളരെ വളരെ ലൈറ്റായിട്ട് നീലം കൂട്ടി അടിച്ച ചില കളർ, നമ്മൾ പണ്ട് കുമ്മായത്തിൽ നീലം കൂട്ടി അടിച്ച മാതിരി കളറെല്ലാം മങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ വന്നു നോക്കിയപ്പോൾ എല്ലാം ഇത്ര 40 ലക്ഷം രൂപ ചെലവ് ചെയ്ത് മനോഹരമാക്കിയെന്ന് പറയുന്ന ഈ മാളക്കുളത്തിൻ്റെ ഈ പെയിൻറ്റ് പോലും വളരെ മോശമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടോ, ഞാനിപ്പോൾ ഇവിടെ ഈ തൂണിലെല്ലാം ഒന്നിങ്ങനെ നോക്കിയിട്ട് നോക്കുമ്പോൾ എൻ്റെ കൈ കണ്ടോ, ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത് ഏത് ക്വാളിറ്റി പെയിൻറ്റാണ് അടിച്ചതെന്ന് ചോദിച്ചാൽ വളരെ പരിതാപകരമാണ്. ഈ പെയിൻറ്റിങ് പോലും സാധാരണ പ്രൈമർ അടിച്ച്, ഒരു കോട്ട് പ്രൈമർ അടിച്ച് 2 കോട്ട് എമർഷൻ അടിക്കണമെന്നാണ് സാധാരണ എസ്റ്റിമേറ്റുകളെല്ലാം കാണുന്നത്. ഇത് അടിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. എന്ത് തന്നെയായാലും ഇത്തരത്തിലുള്ള പണികൾ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഇവിടെ എഞ്ചിനീയർമാരുണ്ട്, സംവിധാനങ്ങളുണ്ട്, മറ്റ് ജനപ്രതിനിധികളെല്ലാം ഉണ്ട്. എന്നിട്ടും ഇത്തരത്തിലുള്ള പണികൾ ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കണം. നിർബന്ധമായിട്ടും ഇത് പരിശോധന നടത്തി ഇതിൻ്റെ പെയിൻ്റെങ്കിലും ഈ 40 ലക്ഷം രൂപ ചെലവ് ചെയ്ത് നിർമ്മിച്ചു എന്ന് മനോഹരമാക്കിയെന്ന് പറയുന്ന ഈ കുളത്തിൻ്റെ പെയിൻ്റെങ്കിലും മനോഹരമായിട്ട് ചെയ്യുവാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അതിന് ഞാൻ പരാതി ഇന്ന് തന്നെ കൊടുക്കും. നടപടി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.